നമസ്കാരം പ്രിയ സിനിമാ സ്നേഹികളെ, ഈ ആഴ്ചത്തെ ഫിലിം റിവ്യൂയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഈ വെള്ളിയാഴ്ച അധികം സിനിമകളൊന്നും റിലീസായിട്ടില്ല എങ്കിൽ തന്നെയും 2026 മാർച്ച് 13 പുറത്തിറങ്ങിയ 6 ആണുങ്ങൾ എന്ന ചിത്രത്തെക്കുറിച്ചാണ് നമ്മൾ ആദ്യമായി സംസാരിക്കുന്നത്. കൂടാതെ ഒരു തമിഴ് ചിത്രമുണ്ട്, തായ് കിഴവി എന്ന ഒരു തമിഴ് ചിത്രമാണ്. അത് നന്നായി കേരളത്തിലൊക്കെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു കോമഡി പടമാണ്. ആദ്യമായി നമ്മൾ 13-ാം തീയതി പുറത്തിറങ്ങിയ 6 ആണുങ്ങൾ എന്ന ചിത്രത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഒരു പുരുഷൻ്റെ ജീവിതത്തിലെ വിവിധ ഘട്ടങ്ങളെയും അതിലൂടെ അയാൾ കടന്നു പോകുന്ന വൈകാരിക മാറ്റങ്ങളെയും വളരെ തന്മയത്വത്തോടെ അവതരിപ്പിക്കുന്ന ഒരു ഡ്രാമയാണ് 6 ആണുങ്ങൾ എന്ന സിനിമ. സിനിമയുടെ വിശദമായ റിവ്യൂവിലേക്കാണ് നമ്മൾ പോകുന്നത്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ 6 പ്രധാന ഘട്ടങ്ങളിലൂടെയാണ് ഈ സിനിമ സഞ്ചരിക്കുന്നത്. ബാല്യം മുതൽ വാർദ്ധക്യം വരെ നീളുന്ന ആ യാത്രയിൽ അയാൾ അവതരിപ്പിക്കേണ്ടി വരുന്ന റോളുകൾ, നേരിടുന്ന പോരാട്ടങ്ങൾ, സന്തോഷങ്ങൾ, സങ്കടങ്ങൾ എന്നിവയെല്ലാം സിനിമ ഹൃദയസ്പർശിയായി വരച്ചു കാട്ടുന്നുണ്ട്. പുരുഷത്വം എന്ന സങ്കല്പത്തെ കേവലം മാസ് പ്രകടനങ്ങളിൽ ഒതുക്കാതെ അതിൻ്റെ വൈകാരികമായ വശങ്ങളെ ചിത്രം വിശകലനം ചെയ്യുന്നുണ്ട്. ഈ ചിത്രത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത അതിൻ്റെ അഭിനേതാക്കളുടെ തിരഞ്ഞെടുപ്പാണ്. ശിവമുരളി, നസീഫ് ഒതായി മധ്യവയസ്സിലെയും യൗവനത്തിലെയും ആകുലതകളും ഉത്തരവാദിത്തങ്ങളും ഇവർ മികച്ച രീതിയിൽ അവതരിപ്പിച്ചിരിക്കുന്നു. ബാലു കൈലാസ്, ആദിൽ മുഹമ്മദ് കഥാപാത്രത്തിൻ്റെ വളർച്ചയുടെ ഘട്ടങ്ങളിൽ വളരെ സ്വാഭാവികമായ അഭിനയമാണ് ഇവർ കാഴ്ചവെച്ചത്. ആദിത്യ ഹരി തൻ്റെ ഭാഗം വളരെ പക്വതയോടെ കൈകാര്യം ചെയ്തു. വിവിധ പ്രായത്തിലുള്ള ഒരേ കഥാപാത്രത്തെയാണ് ഇവർ അവതരിപ്പിക്കുന്നത് എന്നതിനാൽ അവരുടെ ചലനങ്ങളിലും ഭാവങ്ങളിലും പുലർത്തിയ സാമ്യം സിനിമയ്ക്ക് കരുത്തേകിയിട്ടുണ്ട്. സാങ്കേതിക വശങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ സാമ്രാജ് നായരാണ് ചിത്രത്തിൻ്റെ സംവിധായകനും എഡിറ്ററും. കഥയുടെ ഒഴുക്ക് നഷ്ടപ്പെടാതെ 6 കാലഘട്ടങ്ങളെയും കോർത്തിണക്കുന്നതിൽ എഡിറ്റിംഗ് വിഭാഗം വിജയിച്ചിട്ടുണ്ട്. യേശു കുമാറിൻ്റെ തിരക്കഥ സിനിമയുടെ ആത്മാവാണ്. അനാവശ്യമായ നാടകീയതകൾ ഒഴിവാക്കി ജീവിതഗന്ധിയായ സംഭാഷണങ്ങളിലൂടെയാണ് കഥ പറയാൻ അദ്ദേഹത്തിന് സാധിച്ചിരിക്കുന്നത്. അടൂർ ഉണ്ണികൃഷ്ണൻ ഒരുക്കിയ സംഗീതവും ജിനു എസ്.എൽ നിർവഹിച്ച പശ്ചാത്തല സംഗീതവും സിനിമയുടെ വൈകാരിക അന്തരീക്ഷം നിലനിർത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. സുദീപ് കുമാറിൻ്റെ ശബ്ദം ഗാനങ്ങൾക്ക് കൂടുതൽ ആഴം നൽകി എന്ന് വേണം പറയാൻ. ചിത്രത്തിൻ്റെ പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ് ആണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. പോസിറ്റീവ്സ് നോക്കുവാണെങ്കിൽ ജീവിതഗന്ധിയായ പ്രമേയമാണ്. അഭിനേതാക്കളുടെ മികച്ച പ്രകടനമുണ്ട്, ഹൃദ്യമായ സംഗീതമുണ്ട്, സാമ്രാജ് നായരുടെ മികച്ച മേക്കിംഗ് ഉള്ള ഒരു സിനിമയാണിത്. നെഗറ്റീവ്സ് നോക്കുവാണെങ്കിൽ സാധാരണ പ്രേക്ഷകർക്ക് സിനിമയുടെ പേസ് അല്പം പതുക്കെയാണെന്ന് തോന്നിയേക്കാം. ലളിതമായ ഒരു ഡ്രാമ ആയതുകൊണ്ട് തന്നെ മാസ് ഘടകങ്ങൾ പ്രതീക്ഷിക്കുന്നവരെ ചിത്രം നിരാശപ്പെടുത്തിയേക്കാം. ഒരു അന്തിമവിധി അല്ലെങ്കിൽ ഫൈനൽ വെർഡിക്റ്റ് എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലൂടെയുള്ള യാത്രയാണ് 6 ആണുങ്ങൾ എന്ന സിനിമ. അമിതമായ സിനിമാറ്റിക് ആംഗ്യങ്ങളില്ലാതെ ജീവിതത്തെ അതിൻ്റെ തനിമയോടെ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ചിത്രം മികച്ച ഒരു അനുഭവമായിരിക്കും. ബുക്ക് മൈ ഷോ പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ മികച്ച റേറ്റിംഗ് ലഭിച്ചിരിക്കുന്നത് സിനിമയുടെ ഗുണമേന്മയ്ക്കുള്ള തെളിവാണ് എന്ന് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. റേറ്റിംഗ് കിട്ടിയിരിക്കുന്നത് 4.5 ഔട്ട് ഓഫ് 5 ആണ് ഇതിന് ലഭിച്ചിരിക്കുന്നത്. ഈ ചിത്രം കൂടാതെ ഒരു തമിഴ് സിനിമയും നന്നായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിനെപ്പറ്റിയുള്ള വിശേഷങ്ങളാണ് അടുത്തത്. 2026 ഫെബ്രുവരി 27 പുറത്തിറങ്ങിയ തമിഴ് ചിത്രം തായ് കിഴവി നിലവിൽ ബോക്സ് ഓഫീസിലും നിരൂപകർക്കിടയിലും വലിയ തരംഗമാണ് സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിഹാസ നടി രാധിക ശരത് കുമാർ ടൈറ്റിൽ റോളിലെത്തുന്ന ഈ ചിത്രം നവാഗതനായ ശിവകുമാർ മുരുകേശൻ സംവിധാനം ചെയ്ത് നടൻ ശിവകാർത്തികേയൻ നിർമ്മിച്ചതാണ്. ഈ ചിത്രത്തിൻ്റെ റിവ്യൂവിലേക്കാണ് നമ്മൾ കടക്കുന്നത്. മധുരയ്ക്കടുത്തുള്ള കടുകുപ്പട്ടി ഗ്രാമത്തിലെ പലിശക്കാരിയായ പാവുനുത്തായിയുടെ കഥയാണിത്. രാധികയാണ് ഈ റോള് കൈകാര്യം ചെയ്തിരിക്കുന്നത്. മുനയുള്ള സംസാരവും കണിശമായ പെരുമാറ്റവും കാരണം ഗ്രാമവാസികൾക്കും മക്കൾക്കും പോലും അവരോട് വെറുപ്പാണ്. പാവനുത്തായിക്ക് 3 ആൺമക്കളും ഒരു മകളുമുണ്ട്. മക്കൾ അമ്മയുമായി വർഷങ്ങളായി പിണക്കത്തിലാണ്. പെട്ടെന്നൊരു ദിവസം പാവനുത്തായി രോഗബാധിതയായി കിടപ്പിലാകുന്നു. മരണം പ്രതീക്ഷിച്ചിരിക്കുന്ന മക്കൾ തിരിച്ചെത്തുന്നത്
അമ്മയോടുള്ള സ്നേഹം കൊണ്ടല്ല, മറിച്ച് അമ്മ രഹസ്യമായി എവിടെയോ ഒളിപ്പിച്ചു വച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന സ്വർണത്തിനു വേണ്ടിയാണ്. അമ്മ മരിച്ചാൽ സ്വർണം നഷ്ടപ്പെടുമെന്ന് ഭയന്ന് അവരെ എങ്ങനെയെങ്കിലും ജീവനോടെ നിലനിർത്താൻ മക്കൾ നടത്തുന്ന ശ്രമങ്ങളും തുടർന്നുണ്ടാകുന്ന രസകരമായ സംഭവങ്ങളുമാണ് ചിത്രത്തിൻ്റെ ഇതിവൃത്തം. അഭിനയത്തിൻ്റെ കാര്യമെടുക്കുകയാണെങ്കിൽ പാവനുത്തായി എന്ന കഥാപാത്രമായി രാധിക വിസ്മയിപ്പിക്കുന്നു. സിനിമയുടെ പകുതിയിലധികവും സമയവും കിടക്കയിലാണെങ്കിലും തൻ്റെ നോട്ടത്തിലൂടെയും ഭാവങ്ങളിലൂടെയും സ്ക്രീനിൽ അവർ നിറഞ്ഞു നിൽക്കുകയാണ്. അവരുടെ കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനങ്ങളിൽ ഒന്നാണിത് എന്ന് പറയാം. മറ്റു താരങ്ങൾ ബാലശരവണൻ, സിംഗം പുലി, അരുൾ ദോസ് എന്നിവർ മക്കളായി മികച്ച കോമഡി പ്രകടനം കാഴ്ചവെക്കുന്നു. മുനിഷ്കാന്ത്, റൈച്ചൽ റെബേക്ക എന്നിവരും തങ്ങളുടെ വേഷങ്ങൾ മനോഹരമാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് സിംഗം പുലിയുടെ കമൽഹാസൻ ഫാൻ കഥാപാത്രം ചിരി പടർത്തുന്നതാണ്. സാങ്കേതിക വശങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നവാഗതനായ ശിവകുമാർ മുരുകേശൻ വളരെ പക്വതയോടെയാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത്. കടൈസി വ്യവസായി എന്ന ചിത്രത്തിൻ്റെ സഹസംവിധായകനായിരുന്ന അദ്ദേഹത്തിൻ്റെ ഗ്രാമീണ കാഴ്ചപ്പാടുകൾ ഈ സിനിമയിലും പ്രതിഫലിക്കുന്നുണ്ട്. നിവാസ് കെ പ്രസന്നയുടെ സംഗീതം ചിത്രത്തിൻ്റെ മൂഡിനോട് ചേർന്ന് നിൽക്കുന്നു എന്ന് വേണം പറയാൻ. പ്രത്യേകിച്ച് പഴയ തമിഴ് പാട്ടുകളുടെ ഉപയോഗം സിനിമയ്ക്ക് കൂടുതൽ മിഴിവേകിയിട്ടുണ്ട്. വിവേക് വിജയകുമാർ ഗ്രാമീണ സൗന്ദര്യത്തെ ലളിതമായും എന്നാൽ മനോഹരമായും ക്യാമറയിൽ പകർത്തിയിട്ടുണ്ട്. പോസിറ്റീവ് ഘടകങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അസാധ്യമായ കോമഡിയാണ്. ആദ്യ പകുതി ചിരിയുടെ പൂരമാണ്. ബ്ലാക്ക് കോമഡി മികച്ച രീതിയിൽ ഉപയോഗിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ. സ്ത്രീ ശാക്തീകരണം. സിനിമയുടെ രണ്ടാം പകുതിയിൽ സ്ത്രീകളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തെക്കുറിച്ച് നൽകുന്ന സന്ദേശം വളരെ ശക്തമാണ്. സത്യസന്ധമായ ആഖ്യാനമുണ്ട്. കുടുംബ ബന്ധങ്ങളിലെ സ്വാർത്ഥതയും സ്നേഹവും ഒട്ടും നാടകീയതയില്ലാതെ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. നെഗറ്റീവ് ഘടകങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ രണ്ടാം പകുതിയിലെ വേഗത നമുക്ക് പരിശോധിക്കാം. ആദ്യ പകുതിയുമായി താരതമ്യം ചെയ്യുമ്പോൾ രണ്ടാം പകുതി അല്പം പതിഞ്ഞ താളത്തിലാണ് നീങ്ങുന്നത് എന്ന് മനസ്സിലാകുന്നു. ചില കഥാപാത്രങ്ങളുടെ മാനസാന്തരം അല്പം പെട്ടെന്ന് സംഭവിച്ചതുപോലെ നമുക്ക് തോന്നിപ്പിക്കാം. ഫൈനൽ വെർഡിക്റ്റ് നോക്കുവാണെങ്കിൽ പ്രേക്ഷകർ നൽകിയിരിക്കുന്ന റേറ്റിംഗ് 5-ൽ 4 പോയിൻ്റാണ് ഈ സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. തായ്ക്കിഴവി വെറുമൊരു തമാശ പടമല്ല. കുടുംബ ബന്ധങ്ങളെയും വാർദ്ധക്യത്തെയും കുറിച്ച് ഗൗരവമായ ചില കാര്യങ്ങൾ നർമ്മത്തിൽ ചാലിച്ച് പറയുന്ന മികച്ച ഒരു സിനിമയാണിത്. കുടുംബത്തോടൊപ്പം ധൈര്യമായി തിയേറ്ററിൽ പോയി കാണാവുന്ന ഒരു ക്ലീൻ എൻ്റർടൈനറാണ് തായ്ക്കിഴവി എന്ന സിനിമ. ഈ ആഴ്ച വളരെ കുറച്ച് സിനിമകൾ മാത്രമേ തിയേറ്ററിൽ റിലീസായിട്ടുള്ളൂ. അതിനാലാണ് ഒരു തമിഴ് പടവും കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏതായാലും നിങ്ങൾ ഇതിൽ ഏത് പടമാണ് കണ്ടത് അല്ലെങ്കിൽ കാണാൻ ആഗ്രഹിക്കുന്നത്? തീർച്ചയായും കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അടുത്തയാഴ്ച പുതിയ സിനിമാ വിശേഷങ്ങളുമായി കാണുന്നതുവരെ ദിസ് ഈസ് പ്രവീൺ ശ്രീതങ്കം. ടേക്ക് കെയർ. ബൈ ബൈ.